പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സൈനിക ചതുരംഗപ്പലകയിൽ വീണ്ടും ഒരു വലിയ നീക്കമാണ് അമേരിക്ക നടത്തിയത്. ഏകദേശം $150 മില്യൺ വില വരുന്ന അടിയന്തരാവസ്ഥ ആയുധ കരാർ ഇസ്രായേലിന് അനുവദിച്ചതോടെ പ്രദേശത്തെ സംഘർഷാവസ്ഥ കൂടുതൽ അപകടകരമായ നിലയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ ഭരണകൂടം ഈ കരാറിനെ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായുള്ള അടിയന്തര സഹായം എന്ന് വിശേഷിപ്പിച്ചെങ്കിലും പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഇതിനെ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന മറ്റൊരു രാഷ്ട്രീയ സൈനിക നീക്കമായി കാണുകയാണ്. വർഷങ്ങളായി ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നടത്തുന്ന സമ്മർദ്ദ നയത്തിന്റെ പുതിയ ഘട്ടമാണിതെന്ന് വിശകലനക്കാർ വിലയിരുത്തുന്നു. ഇസ്രായേൽ അമേരിക്ക സൈനിക ബന്ധം പുതിയ കാര്യമല്ല, എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം ഏറെ സങ്കീർണമാണ്. ഗാസയിൽ തുടരുന്ന യുദ്ധം, ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പുകൾ, ഇറാൻ പിന്തുണയ്ക്കുന്ന വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളുടെ ശക്തമായ സാന്നിധ്യം എന്നിവയെല്ലാം പശ്ചിമേഷ്യയെ ഒരുതരം തീക്കളമായി മാറ്റിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഇസ്രായേലിന് അടിയന്തര ആയുധസഹായം നൽകാൻ തീരുമാനിച്ചത്. ഔദ്യോഗികമായി ഈ കരാർ പ്രതിരോധ ആവശ്യങ്ങൾക്കായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാനും അതിന്റെ സഖ്യകക്ഷികളും ഇതൊരു പ്രതിരോധ നീക്കമല്ല, മറിച്ച് ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണെന്നാണ് വിലയിരുത്തുന്നത്. ഇറാൻ വർഷങ്ങളായി പശ്ചിമേഷ്യയിലെ ഒരു ശക്തമായ പ്രതിരോധ ശക്തിയായി നിലകൊള്ളുകയാണ്. അമേരിക്കയും ഇസ്രായേലും പലവട്ടം സാമ്പത്തിക ഉപരോധങ്ങളും രഹസ്യ ആക്രമണങ്ങളും നടത്തിയിട്ടും ഇറാന്റെ സൈനിക ശേഷിയെയോ രാഷ്ട്രീയ മനോബലത്തെയോ തകർക്കാൻ അവർക്കായിട്ടില്ല. മറിച്ച് ഓരോ ആക്രമണത്തിനും പിന്നാലെ ഇറാൻ തന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കുകയും പുതിയ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യയും ഡ്രോൺ സംവിധാനങ്ങളും ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ പ്രതിരോധശേഷികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ അമേരിക്ക ഇസ്രായേൽ സഖ്യം നടത്തുന്ന ഇത്തരം ആയുധ ഇടപാടുകൾ ഇറാനെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമായി കാണപ്പെടുന്നു. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്കൻ തീരുമാനം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ കൂടുതൽ അസന്തുലിതമാക്കുന്ന ഒന്നാണെന്ന് നിരവധി അന്താരാഷ്ട്ര നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. അമേരിക്ക പലപ്പോഴും പ്രദേശത്ത് സമാധാനമുറപ്പാക്കുക എന്ന പേരിൽ ഇടപെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ അതിന്റെ പല നീക്കങ്ങളും സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ്. ഇറാനെ ചുറ്റിപ്പറ്റി സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുകയും ഇസ്രായേലിന് നിരന്തരം ആയുധ സഹായം നൽകുകയും ചെയ്യുന്ന നയങ്ങൾ പശ്ചിമേഷ്യയെ സ്ഥിരമായ സംഘർഷഭൂമിയായി മാറ്റുന്നുവെന്നാണ് വിമർശനം. ഇറാന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അവർ പറയുന്നത് പശ്ചിമേഷ്യയിലെ ജനങ്ങളുടെ സ്വാഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുകയാണ് എന്നതാണ്. ഇസ്രായേലിന്റെ വ്യാപന നയങ്ങളെയും അമേരിക്കയുടെ ഇടപെടലുകളെയും നേരിടുന്ന ശക്തമായ പ്രതിരോധ ശബ്ദമായി ഇറാൻ തന്നെ കാണുന്നു. ഗാസയിലെ സംഭവങ്ങൾക്ക് ശേഷം ഈ നിലപാട് കൂടുതൽ ശക്തമായി ഉയർന്നിട്ടുണ്ട്. പല അറബ് രാജ്യങ്ങളിലും പോലും ഇസ്രായേലിന്റെ നടപടികളെ വിമർശിക്കുന്ന ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഇറാൻ തന്റെ നിലപാടിനെ ഒരു പ്രതിരോധ മുന്നേറ്റം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. $150 മില്യൺ പുതിയ ആയുധ കരാർ ഇതോടെ ഒരു സാധാരണ സൈനിക ഇടപാട് മാത്രമല്ല, അത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ സന്ദേശവുമാണ്. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് സമ്മർദ്ദം ചെലുത്തിയാലും ഇറാന്റെ പ്രതിരോധ മനോഭാവം തകരില്ലെന്ന വിശ്വാസമാണ് ഇറാനിലെ ഭരണകൂടവും ജനങ്ങളും പ്രകടിപ്പിക്കുന്നത്. ചരിത്രം തന്നെ കാണിച്ചു തന്നതുപോലെ പുറം ശക്തികളുടെ സമ്മർദ്ദങ്ങൾ ഇറാനെ ദുർബലമാക്കുന്നതിനേക്കാൾ അതിനെ കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ടുപോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യ ഒരു നിർണായക വഴിത്തിരിവിലാണ്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും സൈനിക ശക്തി ഉപയോഗിച്ച് അവരുടെ താൽപ്പര്യങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ, മറുവശത്ത് ഇറാൻ തന്റെ പ്രതിരോധശേഷിയും രാഷ്ട്രീയ പ്രതിബദ്ധതയും മുൻനിർത്തി അതിനെ നേരിടാൻ തയ്യാറാവുകയാണ്. ഈ സാഹചര്യത്തിൽ ചെറിയ ഒരു സംഭവമെങ്കിലും വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹം ആശങ്കപ്പെടുന്നു. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു യുദ്ധമല്ല, മറിച്ച് സ്വന്തം ആത്മാഭിമാനത്തിനായുള്ള പോരാട്ടവും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നടത്തുന്ന ഒരു പ്രതിരോധ സമരവുമാണ്.